അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 83, 84 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും ആലാപനവും കേൾക്കാൻ മുമ്പുള്ളതായ വീഡിയോകൾ നിങ്ങൾ നോക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ 83, 84 ആയത്തുകളുടെ വിശദീകരണത്തിൽ അള്ളാഹു 10 കരാറുകളെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ 7ാമത്തെ കരാറാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുബഹി നമസ്കാരം അതിൻ്റെ പോരിശെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി അള്ളാഹുവിൻ്റെ 7ാമത്തെ കരാറ് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നതാണ്. അപ്പം അതിൽ 5 വഖ്ത് നമസ്കാരമുണ്ട്. അതിൽ സുബഹി നമസ്കാരത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പോരിശകളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ളുഹർ, അസർ, മഗ്രിബ്, ഇശാ 7ാമത്തെ കരാറിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ളുഹറിൻ ഇദാ പോരിശ പറയാം ഞാനേ, നരകം ഹറാമാണേ അവർക്ക് പൊന്നേ, നാളെ മഹിഷറിൽ ചോദ്യം പൊന്നേ, ഏറ്റം എളുപ്പമാ മറന്നേക്കല്ലേ. ഒരു മനുഷ്യൻ യഥാവിധി ളുഹർ നമസ്കരിച്ചാൽ നിത്യേന അതിൻ്റെ സമയത്ത് തന്നെ കൃത്യം നടത്തിയാൽ അവന് നരകം ഹറാമാണ്. മാത്രവുമല്ല, നാളെ മഹ്ശറയിൽ കോടാനകോടി ജനങ്ങൾ നിരന്നു നിന്നുകൊണ്ട് ഹിസാബിന് നമ്മൾ അണിനിരക്കുമ്പോൾ ഈ ളുഹർ നമസ്കാരം കൃത്യമായി നിസ്കരിച്ച ഒരാൾക്ക് അവിടെ എളുപ്പമാണ്, ഹിസാബ് എളുപ്പമാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ടേ, മർമ്മം പറഞ്ഞത് മാത്രമാണേ. ളുഹറിൻ്റെ പോരിശ പറയുകയാണ് എങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഏറ്റവും മർമ്മപ്രധാനമായ പോരിശയാണ് ഞാൻ പറഞ്ഞത്. 1, നരകം ഹറാമാണ്. 2, നാളെ മഹ്ശറയിൽ ഹിസാബിൻ്റെ വേളയിൽ അത് എളുപ്പവുമാണ്. അസറും ഇതാ കൃത്യം നമസ്കരിച്ചാൽ ശൈത്താൻ ചതിയിലും പെടില്ല തന്നെ. ഒരു മനുഷ്യൻ അസർ നമസ്കാരം അവൻ്റെ മരണം വരെയും കൃത്യമായി അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവന് ശൈത്താൻ്റെ ചതിയില്ല. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനോട് കരാർ ചെയ്തുകൊണ്ട് ശൈത്താൻ ദുനിയാവിലേക്ക് ഇറങ്ങിയതാണ്. നിന്റെ ഭൂരിഭാഗം ആൾക്കാരെയും ഞാൻ വഴിപിഴപ്പിക്കും. അതിൽ ഈ ളുഹർ, ഈ അസർ നമസ്കാരം നിർവഹിച്ച മനുഷ്യൻ പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലാക്കണം കേട്ടോ. ചതിക്കാൻ തുനിഞ്ഞാലോ ആരെങ്കിലും തടയും മലക്കുകൾ സമയം തന്നെ. ശൈത്താൻ്റെ ചതി മാത്രമല്ല, മനുഷ്യൻ്റെ ചതിയും. ആരെങ്കിലും നമ്മെ ചതിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ
അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അസർ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചു പോരുന്ന ഒരാളെ ചതിക്കാൻ നോക്കിയാൽ അത് മലക്കുകൾ തടയുമത്രേ. ആ ചതികളിൽ നിന്നും നാം രക്ഷ നേടുന്നതാണെന്നിവിടെ പറയുകയാണ്. മലക്കുകളാണ് ആ ചതിയെ തടയുന്നത്. അതുകൊണ്ട് ആർക്കും നമ്മളെ ചതിക്കാൻ പറ്റുകയില്ല. ഒരു ശൈത്താന് പോലും നമ്മളെ ചതിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അസ്ർ നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം കേട്ടോ. വളരെ മയത്താലേ പിരിയും റൂഹും കബറിൽ ഇതാ ചോദ്യം എളുപ്പമാണേ. വളരെ മയത്താലെ ആയിരിക്കും നമ്മൾ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കുന്നത് എന്നും ഖബറിലെ മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യങ്ങൾ വളരെ മയത്തിലായിരിക്കുമെന്നാണ്. മാത്രവുമല്ല ആ മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചുകൊണ്ട് നമ്മോട് ചോദിക്കുമത്രേ. അത്ര പ്രതിഫലമാണ് അസർ നമസ്കാരം കൃത്യമായിട്ടൊരു മനുഷ്യൻ നമസ്കരിച്ചാൽ. തീർന്നില്ല, വീണ്ടും പ്രതിഫലം പറയുകയാണ്. പാലം സിറാത്തിലും വേഗം കൂടും, മിന്നൽ പിണർ പോലെ കടക്കാമെന്ന. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ ഒരുപാട് പേര് എഴഞ്ഞു പോകാറുണ്ട്, നടന്നു പോകാറുണ്ട്, ഓടിപ്പോകാറുണ്ട്. പക്ഷേ അസ്ർ നമസ്കാരം കൃത്യമായി മരണം വരെയും അനുഷ്ഠിച്ച് കൃത്യമായി മുറപ്രകാരം അനുഷ്ഠിച്ച് പോകുന്നവനോ ആ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലേക്ക് ചെല്ലുമ്പോൾ മിന്നൽ വേഗത്തിൽ അവന് കടന്നു പോകാം. യാതൊരുവിധ തടസ്സവും അവിടെ നേരിടില്ല. അസ്ർ നമസ്കരിക്കുന്നവരുടെ പ്രതിഫലമാണ് ഒരുപാടുണ്ട് പറയാൻ. അധികം പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ലേ, ബുദ്ധി അതുള്ളോർക്ക് ഇത് ധാരാളം. ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, ബുദ്ധിയുള്ള ഏവർക്കും ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും മാത്രം മതിയാകുന്നതാണ് ബുദ്ധിയുള്ളവർക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അസ്ർ നമസ്കാരം യഥാവിധി കൃത്യസമയത്ത് നമസ്കരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അടുത്ത മഗ്രിബ് നമസ്കാരമാ, അതിൻ്റെ പ്രതിഫലം കേട്ടാൽ ഞെട്ടും. അടുത്തതായി മഗ്രിബ് നമസ്കാരത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പ്രതിഫലങ്ങൾ അങ്ങോട്ട് കേട്ടുപോയാലോ ഞാനും നിങ്ങളും ഞെട്ടിത്തരിച്ചു പോകുമത്രേ. നാളെ മഹ്ശറിൽ വിളിക്കും റബ്ബ്, റബ്ബിൻ ശഹാരത്ത് തന്നെയാണേ. ഈ മഗ്രിബ് യഥാക്രമം നിസ്കരിച്ചതായ മനുഷ്യനെ നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാഹു അവൻ്റെ ചാരത്തേക്ക്, അവൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുമത്രേ. എത്ര ഭാഗ്യമാണ്, അള്ളാഹുവിൻ്റെ അടുത്തവനെ വിളിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഈ മഗ്രിബ് നമസ്കാരം, സന്ധ്യാ നമസ്കാരത്തിൽ കച്ചവടക്കാർക്ക് അല്ലാത്തവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് മഗ്രിബ് യഥാവിധി നമസ്കരിക്കാൻ. കാരണം അത്രയും പോരിശയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ദുനിയാവിലെ ലാഭങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആഖിറത്തിലെ ഈ വലിയ ലാഭം, എന്താണ് വലിയ ലാഭം? അള്ളാഹു ചേർത്ത്
അല്ലാ നമ്മെ പതിയെ പറയുന്നു നമ്മോടല്ലാ. സ്നേഹം തുളുമ്പുന്ന സ്ഥിതിയാണപ്പോൾ നമ്മോടിതാ റബ്ബിന് ഓർക്ക് നന്ദി. നാളെ മഹിഷറയിൽ എല്ലാവരും അള്ളാഹുവിനെ കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്ന മഹിഷറയിൽ ഇതേ മഗ്‌രിബ് നമസ്കരിക്കുന്ന യഥാവിധി മുറപ്രകാരം ഒരു മനുഷ്യൻ്റെ മരണം വരെയും മഗ്‌രിബ് നമസ്കാരം യഥാവിധി നിസ്കരിക്കുന്ന ആളിനെ അള്ളാഹുവിൻ്റെ ചാരത്തേക്ക് സ്നേഹം തുളുമ്പുന്നതായ നിലയിൽ വിളിച്ചിട്ട് അവനോട് അള്ളാഹു പറയുമത്രേ, ചെയ്ത സകലതും പറയും നമ്മോട്, ഞാനും ഇതാ ചെയ്ത് പുറത്ത് നന്മ. ചേർത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുമത്രേ, നീ ഇന്ന രാത്രിയിൽ ഇന്നത് ചെയ്തില്ലേ, നീ ഇന്ന പാപം ചെയ്തില്ലേ, ഇന്നതായ തെറ്റ് നീ ചെയ്തില്ലേ, പക്ഷേ നിന്നെ ഞാൻ വെറുക്കുന്നില്ല, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല. സ്നേഹത്തോടെ അള്ളാഹു പറയും, അതൊക്കെയും ഞാൻ നിനക്ക് പുറത്ത് തന്നിരിക്കുന്നു. സ്നേഹത്തോടെ അള്ളാഹു പറയുമത്രേ, അതിനാൽ മഗ്‌രിബും നമുക്ക് പാടാ, ശൈത്താൻ ചതിയാണ് അത് കൊണ്ടാണ്. ഇത്രയും വലിയ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് മഗ്‌രിബ് നമസ്കാരം യഥാവിധി നമസ്കരിച്ചാലുള്ള പ്രതിഫലം. അതുകൊണ്ട് മഗ്‌രിബ് നമസ്കാരം എങ്ങനെയും മുടക്കാനും സമയദൈർഘ്യം പിന്നിടാനും ശൈത്താൻ നമ്മളെ വലയും ചെയ്യുമത്രേ. ആ വലയത്തെ ഭേദിച്ചുകൊണ്ട് നമ്മൾ മഗ്‌രിബ് നമസ്കാരം യഥാവിധി കൃത്യസമയത്ത് നമസ്കരിക്കണമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിനാൽ ഉഷാറോടെ മഗ്‌രിബേയും സമയം കളയാതെ നിറവേറ്റണേ. ഒരുപാട് പറയാനുണ്ടേ, കുറച്ച് പറഞ്ഞതാ ഞാനും തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, മഗ്‌രിബ് നമസ്കാരം വലിയ ഉഷാറോടുകൂടി നമ്മൾ നമസ്കരിക്കണം. കച്ചവടത്തിന് ചിലപ്പോൾ ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കാം, വേറെ എന്തെങ്കിലും ജോലികളിൽ നമ്മൾ വ്യാപൃതരായേക്കാം. എല്ലാം അവിടെ നിർത്തിവെച്ചുകൊണ്ട് ദുനിയാവിൻ്റെ ലാഭങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ചാരത്താ സ്നേഹത്തെ നമുക്ക് വാരി പുണരണമോ? അങ്ങനെ പുണരണമെങ്കിൽ മഗ്‌രിബ് നമസ്കാരം യഥാവിധി കൃത്യസമയത്ത് നമ്മൾ ഉഷാറോടുകൂടി നമസ്കരിക്കണം കേട്ടോ. രാത്രി നമസ്കാരം ഇശാ തന്നെ, അതിനാലിതാ പോരിശ വലുത് തന്നെ. ആരും കടക്കാത്ത വായു പോലും വെട്ടോ മതിലില്ല ഖബർ തന്നെ. ഖബറേ ഇതാ ഓർമ്മ വരുന്നില്ലയോ?
ഇരുട്ടാണേ കൂരിരുട്ടാ ആരും തുണയില്ലേ ഒറ്റയ്ക്കാണേ വെള്ളം ഭക്ഷണവും ഒന്നുമില്ലേ കബറാകുന്ന കൂരിരുട്ടാണ് കൂട്ടുകാരില്ലാത്ത ലോകമാണ് ഖബർ ബന്ധുക്കളില്ലാത്ത ലോകമാണ് ഖബർ ആരോരുമില്ലാത്ത തുണയില്ലാത്ത ലോകമാണ് ഖബർ ആ ഖബറിൽ ഇശാ യഥാവിധി നിസ്കരിക്കുന്നവന് ആ ഖബറിൽ അവന് തുണയുണ്ടാകും കേട്ടോ വെട്ടമില്ലാത്ത ഖബറിൽ അവന് വെളിച്ചമുണ്ടാകുമത്രേ ആരോരും കൂട്ടിനില്ലാത്ത ഖബറിൽ അവന് കൂട്ടുകാരുണ്ടാകുമത്രേ അവിടെ നിനക്കുണ്ടേ വെളിച്ചം പൊന്നേ സ്വർഗം അതിൽ നിന്നും തന്നെയാണേ ഒരു വെട്ടമില്ലാത്ത ഖബറിൽ യഥാവിധി ഇശാ നിസ്കരിച്ച മനുഷ്യൻ്റെ ഖബറിൽ സ്വർഗത്തിൽ നിന്നും വെട്ടം അല്ലാഹു മലക്കുകൾ മുഖേന എത്തിച്ചു കൊടുക്കുമത്രേ ഇനി ദുനിയാവിൻ്റെ ഭക്ഷണമില്ലാത്ത ഖബർ പാനി ഭക്ഷണവും എല്ലാമുണ്ടേ എല്ലാം സുബർക്കത്തിൽ നിന്ന് തന്നെ വെള്ളവും ഭക്ഷണവും എല്ലാം നിനക്കവിടെ ലഭിക്കുന്നതാണ് പക്ഷേ ദുനിയാവിലെ ഭക്ഷണമല്ല ദുനിയാവിലെ വെള്ളമല്ല അത് സ്വർഗത്തിലെ വെള്ളവും ഭക്ഷണവുമാണ് എന്ന് ഇവിടെ പ്രതിപാദിക്കുകയാണ് മാത്രവുമല്ല വാതിൽ ഒരെണ്ണവും നിനക്ക് വേണ്ടി തുറക്കും ഇതാ നിത്യം ഖിയാമം വരെ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ നിനക്ക് ഖിയാമം നാൾ വരെ അല്ലാഹു തുറന്നു തരികയും ചെയ്യും ഇതാർക്കാണെന്നറിയുമോ ഇശാ നമസ്കാരം കൃത്യമായി അവൻ്റെ ശ്വാസം മരണം വരെയും അവൻ്റെ ശ്വാസം നിലനിൽക്കും വരെയും നിസ്കരിച്ച ഒരു വ്യക്തിക്കാണെന്ന് മനസ്സിലാക്കണം കേട്ടോ ഉറങ്ങാം സുഖത്താലേ ഒരേ ശല്യവും അവിടെ നിനക്കില്ലേ ഒരു ദുഃഖവും ആ ഖബറിൻ്റെ ഒരു വാതിൽ നിൻ്റെ ആ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ നിൻ്റെ ഖബറിലേക്ക് തുറന്നു തന്നാൽ ആ സുഗന്ധത്താൽ ആ സ്വർഗത്തിൻ്റെ സുഖസൗകര്യത്താൽ അതിലെ സുഗന്ധത്താൽ യാതൊരു വിധമായ ശല്യവുമില്ലാതെ ഖിയാമം നാൾ വരെയും നിനക്ക് അവിടെ സുഖമായി ഉറങ്ങാം കേട്ടോ നീ ഒന്നും അറിയുന്നില്ല ചോദ്യം അതുണ്ടല്ലോ ഖബറിൽ തന്നെ ചിരിച്ചും ഇതാ കൊണ്ട ചോദ്യം പൊന്നേ മടിയും പ്രയാസവും ഒന്നും തന്നെ കൊടുക്കാം മറുപടി നിനക്ക് പൊന്നേ ഒരു പ്രയാസമില്ലാതെ ഒരു മടിയില്ലാതെ ഒരു മറവിയില്ലാതെ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യത്തിന് നിനക്ക് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കാമത്രേ പറയാനൊരുപാട് ഉണ്ടേ പൊന്നേ സദയം ഇത് മാത്രം
പറഞ്ഞു ഞാനേ. അല്ലാ ഇതാ അല്ലാ അല്ലാ അല്ലാ. കർമ്മം നമസ്കാരം മുറ തെറ്റാതെ ചെയ്യാനുദവിയും നീ നൽകണം. നിത്യം യഥാവേദി തൗഫീഖേ. പാപം പൊറുക്കണേ സകലതും നീ. ഞങ്ങൾ ഇതാ ഞങ്ങളുടെ പാപം തന്നെ. പിഴവും വരുന്നുണ്ട് അമലിൽ പൊന്നേ. മാപ്പും തരണമേ നീ ഞങ്ങൾക്ക്. വരുന്ന റമളാനിലെ നോമ്പ് എല്ലാം പിടിച്ച് ഇതാ വിടാൻ കനിയേ അല്ലാ. ദുഃഖം ബലാലുമേ മുസീബത്തെല്ലാം മാറ്റി റഹ്മത്തും ചൊരിക്കേ നീയേ. നരകം ഹറാമാക്കി സ്വർഗം തരണേ. ഇഹവും പരവും നീ വിജയിപ്പിക്കേ. മാതാപിതാ ഗുരു സഹായിച്ചോർക്കും എല്ലാ വിജയവും കൊടുക്ക് അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين إذا آمين 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 يا ذا الجلال يا رحمن الله. ഇൻഷാ അല്ലാഹ് എട്ടാമത്തെ കരാർ അടുത്ത ദിവസം പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഭരിക്കാറാകുക, എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും പഠിക്കുക. അസ്സലാമു അലൈക്കും.